ഹായ് നമസ്കാരം, ഞാൻ ഷഹാസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എറണാകുളത്ത് നമ്മൾ കണ്ടതും കാണാത്തതുമായ കുറേ വീഡിയോകളുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ ചീനമലകളും വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കം ചെയ്ത സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചുമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഡച്ച് സെമിത്തേരിയാണ്. ഇവിടുത്തെ പ്രവേശന കവാടത്തിൽ വളരെ ഭംഗിയായിട്ട് കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. 1724 സ്ഥാപിതമായ ഫോർട്ട് കൊച്ചിയിലെ ഒരു പ്രസിദ്ധമായ സെമിത്തേരിയാണ് ഡച്ച് സെമിത്തേരി. പരമ്പരാഗത ഡച്ച് വാസ്തുവിദ്യാ ശൈലിയിലൂടെയും 104 എപ്പിറ്റാഫുകളിലൂടെയും ശവകുടീരങ്ങളിലൂടെയും ബ്രിട്ടീഷ് ഡച്ച് പാരമ്പര്യം ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ നിന്നും ഏതാനും ചുവടുകൾ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സെമിത്തേരി ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും പഴക്കമേറിയ ഒരു ചരിത്ര രത്നമാണ് ഈ ഒരു സെമിത്തേരി. സമീപത്തുള്ള സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചിൽ ഈ പള്ളിയിൽ സംസ്കരിക്കപ്പെട്ടവരുടെ വ്യക്തമായ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഭാവി തലമുറകൾക്കായി ഇന്നും ആ രേഖകൾ സംരക്ഷിക്കപ്പെടുന്നു. ഇനി നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ലീല ഹോട്ടൽ ആൻഡ് ആർട്ട് കഫേ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വിലക്കുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ പഴയ കാലഘട്ടത്തിൽ അവിടുത്തെ ബംഗ്ലാവുകളോ ഗസ്റ്റ് ഹൗസുകളോ ഒക്കെ രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ആർട്ട് കഫേയാണ്. ഇതിലെ വാസ്തുകലാ പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്നും ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പുതിയ കെട്ടിടങ്ങളൊന്നും നിർമ്മിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തദ്ദേശീയ നിയമം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ബംഗ്ലാവുകളും ഗസ്റ്റ് ഹൗസുകളും അങ്ങനെയുള്ള പല കാരണത്താൽ വന്നിട്ടുള്ള കെട്ടിടങ്ങളെല്ലാം രൂപാന്തരപ്പെടുത്തിയെടുത്തവയാണ്. അങ്ങനെയുള്ള നമ്മൾ ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം പഴയ മണിമാളികകളെല്ലാം ഇന്ന് പല റിസോർട്ടുകളോ റെസ്റ്റോറൻറ്റുകളോ ആർട്ട് കഫേകളോ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ പുതുമയാർന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്, പ്രദർശിപ്പിക്കുകയാണ്. അതാണ് ഫോർട്ട് കൊച്ചിയുടെ ഒരു പാരമ്പര്യം. ഇനി നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ ക്ലാസിക് ചിത്രമായ മണിച്ചിത്രത്താഴ്. നമ്മൾ തൃപ്പൂണിത്തറ ഹിൽ പാലസും അതേപോലെ തന്നെ കനകക്കുന്ന് കൊട്ടാരവും ഒക്കെ അല്ലാതെ കൊച്ചിയിൽ ഇവിടെ വന്നാൽ ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് അല്ല ഈ കയറി പോകുന്ന ഈ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. പിന്നെ CSI ഹെറിറ്റേജ് ബംഗ്ലാവാണ് ഫോർട്ട് കൊച്ചിയുടെ. അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയുടെ മെയിനായിട്ട് നേരത്തെ നീരാവി യന്ത്രം അല്ലെങ്കിൽ കപ്പലിലൊക്കെ അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ആവി യന്ത്രം ആണ് ഈ കാണുന്നത്. പിന്നെ അവിടുത്തെ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ ബീച്ച് കാര്യങ്ങളെല്ലാം അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചീനവല, ചൈനീസ് ചീനവല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ ഒരു കാഴ്ചയാണ്. അത് കഴിഞ്ഞാണ് പോകുന്നത്. പിന്നെ ഇവിടെ പ്രിൻസസ് സ്ട്രീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ധാരാളം പഴയ പ്രൗഢിയോടെ നിലനിൽക്കുന്ന പല കെട്ടിടങ്ങളും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ വളരെ കളർഫുള്ളായിട്ട് ഇന്ന് വിദേശ സഞ്ചാരികളും അതേപോലെ തദ്ദേശീയരും ഒക്കെ അടങ്ങുന്ന ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ ന്യൂജനായിട്ട് ഓരോ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ഇടവഴികളും സ്ട്രീറ്റും കാര്യങ്ങളുമൊക്കെ ഒത്തിരി കാണാനുണ്ട്. നമുക്ക് നടന്ന് കാണാനും അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റിയ കുറേ കാര്യങ്ങൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ വരുന്നുണ്ട്. കൊച്ചിയിൽ നിങ്ങൾ എന്തിനാണ് സന്ദർശിക്കുന്നതെന്ന് സ്വയം ചോദിക്കുമ്പോൾ തീർച്ചയായും കാണേണ്ട സ്ഥലങ്ങളിലൊന്നാണ് നമ്മളിപ്പോൾ കാണുന്ന കൊച്ചിയിലെ ഇടപ്പള്ളി പള്ളി അല്ലെങ്കിൽ സെൻറ്റ് ജോർജ് ഫെറോന പള്ളി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റോമൻ കത്തോലിക്ക പള്ളികളിൽ ഒന്നാണ് ഇടപ്പള്ളി സെൻറ്റ് ജോർജ് ഫെറോന പള്ളി. നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള ഇടപ്പള്ളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിൽ താമസിക്കുന്നവർക്ക് ഈ പള്ളിയുടെ ശാന്തമായ സൗന്ദര്യവും ആത്മീയമായ പ്രാധാന്യവും ഒക്കെ വളരെ ആകർഷിക്കപ്പെടുന്ന ഒന്നാണ്. 14 നൂറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ചരിത്രമുള്ള ഈ ആദരണീയ സ്ഥാപനം ഇന്ത്യയിലെ കേരളത്തിലെ ക്രിസ്തുമതത്തിൻ്റെ നിലനിൽക്കുന്ന ചൈതന്യത്തിൻ്റെ തെളിവായി നിലനിൽക്കുന്നു. പള്ളിയുടെ വാസ്തുവിദ്യ പരമ്പരാഗത കേരള ശൈലിയുടെയും യൂറോപ്യൻ സ്വാധീനത്തിൻ്റെയും ആകർഷകമായ മിശ്രിതമാണ്. അപ്പോൾ ഇത് പ്രദേശത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ഈ പള്ളിയുടെ അതിൻ്റെ നിർമ്മാതാക്കളുടെ വാസ്തുവിദ്യാ ചാതുര്യത്തിനും കേരളത്തിൻ്റെ ക്രിസ്തുമതത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിനുമൊക്കെ ഒരു തെളിവായിട്ട് നിലകൊള്ളുന്ന ഒരു പള്ളി കൂടിയാണ് സെൻറ്റ് ജോർജ് ഫെറോന പള്ളി. ഒക്കെയാണെങ്കിലും സെൻറ്റ് ജോർജ് പള്ളിയെ വേറിട്ട് നിർത്തുന്നത് യൂറോപ്യൻ വാസ്തുവിദ്യാ ഘടകങ്ങളുടെ സംയോജനമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ മുൻഭാഗത്തെ ഇൻറ്റീരിയർ ഡിസൈനും ഇത് വ്യക്തമാണ്. ആ പള്ളിയുടെ മുൻഭാഗം ഗോത്തിക് ശൈലിയിൽ പ്രചോദനം ഉൾക്കൊണ്ട കമാനങ്ങളും അതേപോലെ തന്നെ അലങ്കരിച്ച തൂണുകൾ, വിപുലമായ വിശദാംശങ്ങൾ, ഇതേപോലെ തന്നെ പ്രൗഢഗംഭീരവും അതിഗംഭീരമായ സാന്നിധ്യമൊക്കെ സൃഷ്ടിക്കുന്ന നിർമ്മിതിയാണ്. ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത തേക്ക്, സ്വർണ്ണ ഫോയിൽ എന്നിവ കൊണ്ട് അലങ്കരിച്ച പ്രധാന ബലിപീഠമുണ്ട്.
അതേപോലെ തന്നെ പഴയതും പുതിയതുമായിട്ടുള്ള നിയമങ്ങളിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചുറ്റും വിയറ്റ്നാമീസ് മാർബിളിൽ സങ്കീർണമായ കൊത്തുപണികളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 5000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രധാന ചാപ്പലും മുഴുവൻ പള്ളിയും 10000 ആരാധകരെ ഉൾക്കൊള്ളാൻ പ്രാപ്തവുമുള്ള ഇടപ്പള്ളിയിലെ സെൻറ്റ് ജോർജ് പള്ളി ഒരു ആരാധനാലയം എന്ന നിലയിൽ മാത്രമല്ല, ഇവിടെ ഒരു സാംസ്കാരിക നാഴികക്കല്ലായിട്ടും വിശ്വാസത്തിൻ്റെ ശാശ്വത ചൈതന്യത്തിൻ്റെ സാക്ഷ്യമായിട്ടുമൊക്കെ നിലകൊള്ളുന്നൊരു പള്ളി കൂടിയാണ്. കമാനങ്ങളും സ്റ്റെയിൻ ഗ്ലാസ് ജനാലകളും അതേപോലെ തന്നെ സങ്കീർണമായ കൊത്തുപണികളുമുള്ള മര ഫർണിച്ചറുകളുണ്ട്. അതേപോലെ അലങ്കരിച്ച വിശാലമായ കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാഗതം ചെയ്യും. ഇത് കൊച്ചിയുടെ ദർബാർ ഹാളിൽ നടക്കുന്ന ചിത്ര പ്രദർശനമാണ്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കണ്ട നല്ല ചിത്ര പ്രദർശനമാണ്. വരച്ച പിക്ചറുകൾ കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നല്ല രസമുണ്ട്. അപ്പോൾ അതൊന്ന് പകർത്തിയതാണ്. കാണാം, ടിക്കറ്റോ അല്ലെങ്കിൽ പൈസയൊന്നും കൊടുക്കണ്ട. ഒരുപാട് നല്ല കലാകാരന്മാരുടെ അവർ വരച്ച പിക്ചറുകളാണ് നമ്മൾ ഈ കാണുന്നത്. അവരുടെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളുമൊക്കെ നമുക്ക് എന്നിട്ട് ഇത് കണ്ടിട്ട് അവിടെ എഴുതി കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതുമൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ട് നമ്മളെ അഭിപ്രായങ്ങളൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാർബറിലേക്ക് വന്നു കഴിഞ്ഞാൽ കാളമുക്ക് ഹാർബർ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മത്സ്യം കിട്ടും. ഇപ്പം കൊച്ചിയുടെ പല ഭാഗങ്ങളിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളുപ്പിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്.